ഹലോ, ഇന്ന് 7-ാം തീയതി ഫെബ്രുവരി മാസം 7-ാം തീയതി 2026 ശനിയാഴ്ച. നമുക്ക് ഇസ്രയേലിലേക്ക് ന്യൂ വേക്കൻസി വന്നിട്ടുണ്ട്. ക്ലീനിങ് ആണ്. പ്രത്യേകത ഇൻ്റർവ്യൂ ഇല്ലാത്ത വേക്കൻസിയാണ്. ലേഡീസിനും ജെൻസിനും വന്നിരിക്കുന്ന പ്രത്യേകത മനസ്സിലാക്കുക. ഇൻ്റർവ്യൂ ഇല്ലാത്ത വേക്കൻസിയാണ്. ലേഡീസിനും ജെൻസിനും വന്നിരിക്കുന്ന വേക്കൻസികൾ ഇസ്രയേലിലേക്കാണ്. ഹൗസ് കീപ്പിങ്, മാളുകൾ, റെസ്റ്റോറൻറ്റ് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ക്ലീനിങ് വേക്കൻസിക്കാണ് ലേഡീസിനെയും ജെൻസിനെയും ക്ഷണിച്ചിരിക്കുന്നത്. സാലറി 1.5 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപ വരെയാണ് മാസം നിങ്ങൾക്ക് കിട്ടുന്ന സാലറി. ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ, ഫുഡില്ല, 9 മണിക്കൂർ ഡ്യൂട്ടി. ഏജ് ലിമിറ്റേഷൻ 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെ. പാസ്പോർട്ട് ECNR ആയിരിക്കണം. പിന്നെ ഇത് ജനറൽ കാറ്റഗറിയാണ്, B1 വിസയാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതെല്ലാം രാജ്യത്ത് ജോലി ചെയ്തിട്ടുണ്ടോ ആ രാജ്യത്ത് PCC വേണം. പലർക്കും B1, B2 വിസകളെ അറിയില്ല. ഞാൻ വീഡിയോ യൂട്യൂബിലൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക. ഇത് ജനറൽ കാറ്റഗറിയാണ്. നിങ്ങൾക്കിതിൽ പോകണമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ PCCയും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇൻ്റർവ്യൂ ഇല്ലാത്തതാണ്. CV ചെയ്യുക. CVയോടൊപ്പം ഒരു വീഡിയോ ആവശ്യമാണ്. ക്ലീനിങ് വേക്കൻസിയുടെ വീഡിയോ അല്ല നമുക്ക് വേണ്ടുന്നത്. സെൽഫ് ഇൻട്രഡക്ഷൻ പറഞ്ഞുകൊണ്ടുള്ള, നിങ്ങളുടെ ഫാമിലിയെ വെളിപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യുക. വീഡിയോക്കകത്ത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, പാസ്പോർട്ട് നമ്പർ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങളുടെ ഫാമിലി, കുട്ടികൾ, നിങ്ങൾ ക്ലീനിങ് ജോബാണ് ചെയ്യുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊരു ഇൻട്രഡക്ഷൻ പറയുക. ഒരു 2 മിനിറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾ ഫുള്ള് കിട്ടുന്ന രീതിയിൽ ആകുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ CV ചെയ്യുമ്പം എന്തൊക്കെയാണ് ഇൻ്റർവ്യൂ ഇല്ലാത്തതായതുകൊണ്ട് CV ഫുള്ള് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ അപ്ലൈഡ് ഫോർ ക്ലീനിങ് സ്റ്റാഫ് എന്ന് പറഞ്ഞ് CV ചെയ്യുക. അറ്റാച്ച് ചെയ്യേണ്ട സാധനങ്ങൾ പാസ്പോർട്ടിൻ്റെ കോപ്പി, ആധാറിൻ്റെ കോപ്പി, ഇലക്ഷൻ കാർഡ്, വോട്ടർ ID, പാൻ കാർഡ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, മാരീഡ് അല്ലാത്തവർ അൺമാരീഡ് സർട്ടിഫിക്കറ്റ്, ഡിവോഴ്സ് ആയവർ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ പേരൻസിൻ്റെ ആധാർ കാർഡ്, ഡെത്തായി പോയിട്ടുള്ള പേരൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ഭർത്താവിൻ്റെ ആധാർ, ഭാര്യയാണ് അപേക്ഷിക്കുന്നത്, ഭർത്താവാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഭാര്യയുടെ ആധാർ, നമ്മുടെ കുട്ടികളുടെ ആധാർ, അൺമാരീഡ് കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെ ആധാർ. ഇത്രയും 13 കൂട്ടം സാധനങ്ങൾ CVക്കകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ CV കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പം ഇത്രയും ചെയ്ത് മൈസെൽഫും പറഞ്ഞ് നിങ്ങൾ വീഡിയോയും CVയും വേഗത്തിൽ നാളെ തന്നെ 7-ാം തീയതി ശനിയാഴ്ച തന്നെ നിങ്ങൾ ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുക. മറന്നു പോകരുത്. ഏജ് ലിമിറ്റേഷൻ 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെയാണ്. അപ്പം വേഗത്തിൽ CV ചെയ്ത് അയയ്ക്കുക. ബൈ.